ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു നോട്ടിംഗ്ഹാമിൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു എത്തിനോട്ടത്തിനാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഫ്രെയിംവർക്ക് നിറ്റേഴ്സ് മ്യൂസിയം. നിറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പണ്ടത്തെ ഇവിടുത്തെ നിറ്റിങ് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഇവിടെ കാണാനുള്ളതൊക്കെ അതിൻ്റെ ഒരു ഇത് കിട്ടി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഗാർഡനിലൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഫ്ലവേഴ്സായിട്ടും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എല്ലാം നിറ്റഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എല്ലാം തൂക്കിയിട്ടുള്ളത്. ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു ദിവസമാണെന്ന്. ഭയങ്കര കാറ്റ് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള നിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചെറിയ ഷൂവൊക്കെ പോലത്തെ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ സ്ഥലമാണിത്. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഗാർഡൻ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉള്ളൊരു ഗാർഡൻ. അത് കഴിഞ്ഞ് ആസ് പെർ ദ ഷീറ്റ് ആദ്യം പോകുന്ന ഒരു വീഡിയോ റൂമിലോട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പണ്ടത്തെ വിക്ടോറിയൻ കമ്മ്യൂണിറ്റി. പണ്ടത്തെ വിക്ടോറിയൻ കോട്ടേജസ് ആണ് ഈ കാണുന്നതൊക്കെ. അന്നത്തെ ഒരു ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതാണ് വീഡിയോ റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടുത്തെ വർക്കിങ്ങും എല്ലാം ഇങ്ങനെ ഒരു മൂവി പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റൂമിനകത്ത് തന്നെ ഇതിന് കിട്ടിയിട്ടുള്ള കുറേ അവാർഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ ഹെറിറ്റേജ് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്. What is this actually? It's a stocking. This is just knitting a long tube. അപ്പം ഇവിടെ നിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലോങ് ട്യൂബ് പോലത്തെ ഒരു സാധനമാണ്. ശരിക്കും സോക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. അപ്പോൾ ഞാൻ ഈ സാധനം പിടിച്ച് ഒരു റൗണ്ട് കറക്കി കഴിഞ്ഞാൽ 1 റൗണ്ട് ഓഫ് നെറ്റിങ് നടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു സോക്സ് ഈ ഒരു മെഷീനിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അവർ പറയുന്നത്. ലൈക്ക് ദ നിറ്റഡ് സോക്സ് കണ്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ നീഡിൽ. ഭയങ്കര മൈന്യൂട്ട് നീഡിലാണ്. കണ്ട പോലത്തെ കുറേ മെഷീൻസ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. എല്ലാത്തിലും അങ്ങനത്തെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഈ പുള്ളിക്കാരൻ പറയായിരുന്നു ഇവിടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പുള്ളിക്കാരൻ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിലത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് പീസാണ് ഈ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനത്തെ ഈ ഹാൻഡ് നിറ്റിങ് വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. You can see where the section of the knitting has been stayed on the machine, yes, like so. Yeah. And you can see where the rows get narrower and narrower to the point. And then for the reverse process it's the same, except you're putting them down. 40 minutes? A pair of socks? Yeah. Oh my god. ഈ പുള്ളിക്കാരൻ പറയായിരുന്നു ഇതിങ്ങനെ ഡെയിലി അല്ല, ഇപ്പോൾ ഈ പുള്ളിക്കാരനൊക്കെ ചെയ്യുന്ന പോലെ ഒരാൾക്ക് ഒരു പെയർ ഓഫ് സോക്സ് ഉണ്ടാക്കിയെടുക്കാൻ 40 മിനിറ്റ്സേ എടുക്കുള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഇവർ യൂസ് ചെയ്യണ നൂല് കണ്ടോ, നമ്മുടെ സാധാ നൂലല്ല, നമ്മൾ ഈ സോക്സുമൊക്കെ കാണുന്ന അങ്ങനത്തെ. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ത്രെഡ്. The fancy bits like this. And all of this, including the bubbles that you can see up, is all doable just on the machine. There's no need to take it off and do anything else. ഈ പുള്ളിക്കാരൻ തയ്ച്ചിട്ടുള്ള കവറാണ് ഈ മോപ്പിന് ഇവിടെ ഈ പിടിക്കണത്. ഈ ഫുള്ള് അത് ഇങ്ങനെ ഡിസൈനിലാണ് ചെയ്തേക്കണം. ലൈക്ക് ഞങ്ങളിപ്പോൾ കാണിച്ച പോലെ ഒരു കംപ്ലീറ്റ് ഫുൾ ഒരു ഡിസൈനല്ല, പല കളേഴ്സ് മിക്സ് ചെയ്തിട്ട്. ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള മോപ്പാണ്, അതിന് കവർ തയ്ച്ചിട്ടേക്കുക. ഈ ഒരു പീസ് ഓഫ് വർക്ക് കണ്ടോ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം നീഡിൽസ് കൊണ്ടാ. ഈ ഇതിന് നിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് നീഡിൽസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കണ്ടോ, ലെതർ ബാഗ് ഇത്. ഓക്കെ, പിന്നെ ഇവിടെ കിടക്കുന്ന ഈ തുണ്ടുകൾ കണ്ടോ, 1905 1907 അതിലത്തേക്കാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ തയ്ക്കാൻ കൊടുത്തിട്ട് മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് നമുക്ക് കിട്ടുന്ന സ്ലിപ്പില്ല, അങ്ങനത്തെ എന്തോ ഒരു സ്ലിപ്പാന്ന് തോന്നുന്നു. അതാണ് ഈ ഇവിടെ ഇത് മുഴുവൻ ഇങ്ങനെ 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 ഇട്ടിട്ടുള്ളത്.
ഈ ഒരു കുഞ്ഞി ടെന്റ് മുഴുവൻ ഇതുപോലെ നിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇവിടെ കാണുന്ന വമ്പൻ മെഷീനുകളാണ് ശരിക്കുള്ള ഫ്രെയിം വർക്ക് നിറ്റിംഗ് മെഷീൻസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഹിസ്റ്ററി വായിക്കുമ്പോൾ അതിൽ പറയാണ് 300 AD തൊട്ട് ആൾക്കാർ ഇങ്ങനെ നിറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വിമൻ യൂസ് ടു നെറ്റ്. എന്നിട്ട് ഇങ്ങനെ സോക്സ് പോലത്തെ സാധനങ്ങളും ഒക്കെ അന്നേ ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് 1589 തോന്നുന്നു, യെസ്, വില്യം ലീ എന്ന് പറഞ്ഞ ഒരാൾ ഈ നിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അയാളെ മെഷീൻ ഉണ്ടാക്കിയിട്ട് ക്വീൻ എലിസബത്ത്, ഇപ്പോഴത്തെ അല്ല, ക്വീൻ എലിസബത്ത് I, പുള്ളിക്കാരുടെ അടുത്ത് അതിന് വേണ്ടി പേറ്റൻറ്റിന് വേണ്ടി പോയി. അപ്പോൾ പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ആ പാവം മനുഷ്യൻ അവിടെ ചെന്നത്. പക്ഷേ ക്വീൻ പേറ്റൻറ്റ് കൊടുത്തില്ല. ക്വീൻ വിചാരിച്ചു നോർമൽ ഈ ഹാൻഡ് നെറ്റ് ചെയ്യുന്ന അവർക്ക് ഭയങ്കര അടിയാവും എന്നോർത്തിട്ട് ക്വീൻ പേറ്റൻറ്റ് കൊടുത്തില്ല. അങ്ങനെ അയാൾ കുറേ സ്ട്രഗിൾ ചെയ്തു. അയാൾ ഈ മെഷീനും കൊണ്ട് ഫ്രാൻസിലോട്ട് പോയി. അവിടെയും അയാൾക്ക് കാര്യമായി പച്ചപിടിക്കാൻ പറ്റിയില്ല. റീസൺ ബീങ് ആ കൈകൊണ്ട് ചെയ്തതിൻ്റെ ഒരു പെർഫെക്ഷൻ ആ മെഷീനിന് കിട്ടിയിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് പ്ലെയിൻ, ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച ആ വില്യം ലീ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തരി പോലും പൈസ ഉണ്ടാക്കാണ്ട് ഹീ ഡൈഡ് പെന്നിലെസ് എന്നാണ് പറയുന്നത്. അങ്ങനെ മരിച്ചുപോയി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അയാൾ പോയപ്പോൾ അയാളുടെ കൂടെ പോയ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് പേര് തിരിച്ചു വന്നു ഈ മെഷീനും കൊണ്ട്. ദെൻ ഒരു ടൈംലി മോഡിഫിക്കേഷനൊക്കെ മെഷീൻ ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ വമ്പൻ മെഷീൻസിലേക്ക് എത്തിയത് നെറ്റിങ്. വില്യം ലീക്ക് പേറ്റന്റ് കൊടുക്കാത്ത ക്വീൻ എലിസബത്ത് I രാജ്ഞി, പുള്ളിക്കാരിയാണ് ആയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. നോട്ടിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലം ലേസിന് ഫേമസ് ആണ്. ദർ ഇസ് എ പ്ലേസ്, ലേസ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസ് തന്നെയുണ്ട് ഇവിടെ. അപ്പം ഇവർ പറയുവാണ് 19th century വരെ ലേസ് ഉണ്ടാക്കിയിരുന്നത് കൈകൊണ്ട് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു മെഷീൻ്റെ ഇൻവെൻഷൻ കഴിഞ്ഞ് 1700s ഈ മെഷീനിൽ സം മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് സിമ്പിൾ ലേസസ് ഈ മെഷീൻ വെച്ച് ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിക്കുന്നതും അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതും. അപ്പം പിന്നെ അത് കഴിഞ്ഞൊരു 40 വർഷത്തോളം ഈ ഫ്രെയിം വർക്ക് നെറ്റിങ് വെച്ചിട്ടാണ്, അതായത് അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ലേസ് ആയിരുന്നു ഓൺലി മെഷീൻ മെയ്ഡ് ലേസ്. ബാക്കിയെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയിരുന്ന ലേസ് ആയിരുന്നു. പിന്നെ അതങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇപ്പോഴും ഈ ഒരു ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഏരിയയാണ് ഈ ഒരു നെറ്റിങ്ങിൽ ഇപ്പോഴും ടോപ്പ് എന്നാണ് പറയുന്നത്. ഇതിലത്തെ ഈ ഒരു ഫ്രെയിം ഷോളുകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ ചെയ്തതാന്ന് തോന്നുന്നു, കണ്ട, ഇതിൽ ചെയ്തിട്ടുള്ളതാ. ഭയങ്കര നൈസായിട്ടുണ്ട് അല്ലേ? Use it and not get into situations. Well, the little narrow frame, what they could do was to do a lace structure. They could knit the lace. That is one row. Oh. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനിയും കാണാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ സ്ഥലമാണ്, പക്ഷേ ഇങ്ങനെ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ, കുറേ ഹിസ്റ്ററിയും അങ്ങനത്തെ ഒത്തിരി നിറ്റിങ്ങും കാണാനുണ്ട് ഇവിടെ. കുറച്ചും കൂടെ കാണാനുണ്ട്. പക്ഷേ എൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വിശന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. ജസ്റ്റ് ഇങ്ങനെ സ്നാക്ക്, ടീ, കോഫിയൊക്കെ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഞങ്ങളുടെ ലഞ്ച് ഇങ്ങനെ കപ്പ് കേക്കും കോഫിയും ജ്യൂസൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ആ ആൻറ്റി എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു ആ ഒരു വലിയ മെഷീൻസ് വെച്ച് ഫ്രെയിം വർക്ക് നെറ്റിങ് എന്താണെന്നുള്ളത്. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ അന്നത്തെ ഒരു ലിവിങ് കണ്ടീഷനെ കുറിച്ച് പറയുമായിരുന്നു. ഈ കോട്ടേജസിലൊക്കെ ഭയങ്കര പൂവർ ആൾക്കാരെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഭയങ്കര പൂവർ ലിവിങ് കണ്ടീഷനായിരുന്നു. ഇവർ ഒരു വീക്കിൽ 90 hours ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഇൻ എ ഡേ 12 to 14 hours വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് കിട്ടിയിരുന്നത് ഭയങ്കര ലെസ്സർ ഇൻകമാണ്. അവർക്ക് ജീവിക്കാൻ പോലും തികയാത്ത അത്രയും ഭയങ്കര ഒരു പൂവർ ഫിനാൻഷ്യൽ ഒരു കണ്ടീഷനെ കൂടെയാണ് അന്നത്തെ ഈ വിക്ടോറിയൻ ഈ ഒരു ഭാഗത്തുള്ളവർ ജീവിച്ചിരുന്നത്, നിറ്റിങ്ങിൽ ഉള്ളവർ. അപ്പോൾ അങ്ങനെയാണ് ലുഡൈറ്റ് റിവോൾട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ തന്നെ വരുന്നത് അതിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇച്ചിരി റീഫ്യൂവലിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും എക്സ്പ്ലോറേഷൻ തുടങ്ങുകയാണ്. അപ്പം ഇനി കാണാൻ പോകുന്നതാണ് ശരിക്കും ആ ഒരു വിക്ടോറിയൻ ആ സമയത്തത്തെ കോട്ടേജസ് ശരിക്കും അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ദിസ് ഇസ് എ മാനേജേഴ്സ് കോട്ടേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ലക്ഷറിയൊക്കെ ഇവിടെ ഉണ്ടാവും.
മാനേജേഴ്സ് കോട്ടേജിനകത്തത്തെ കിച്ചണാണ് ഈ കാണുന്നത്. ഇങ്ങനെ അത്യാവശ്യം അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ നടക്കുന്നത് ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പുള്ളൊരു കാലത്താണ്. അപ്പോൾ അവിടെ കണ്ട നിറ്റിംഗ് മെഷീൻസിനും ഒക്കെ ഇങ്ങനെ മാനുവലാണ്, ഒന്നും ഇലക്ട്രിക് അല്ല. അവിടെയൊക്കെ കാണാം ഈ നിറ്റിംഗ് മെഷീൻസിൻ്റെ അടുത്ത് ചെറിയ ചെറിയ കാൻഡിൽ സ്റ്റാൻഡുകൾ മെഴുതിരി കത്തിച്ച് വെച്ച് അന്ന് അവർ നിറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോൾ കിച്ചണിലൊക്കെ കണ്ടോ വിളക്ക് വെക്കാനുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് കണ്ട ഷേവിങ് ബ്രഷ്. ഇത് മാനേജേഴ്സ് കോട്ടേജ് ആയിരുന്നല്ലോ, അവിടെ നിന്ന് ഞങ്ങൾ വർക്കേഴ്സ് കോട്ടേജിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ പറയുക, മാനേജേഴ്സ് കോട്ടേജിൽ ഒരു കൈൻഡ് ഓഫ് ലിവിങ് റൂം, പിന്നെ ഒരു കിച്ചൺ, അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സ്റ്റോർ റൂം, പിന്നെ മുകളിലോട്ട് ഒരു ബെഡ്റൂമും ഉണ്ടായിരുന്നു. പക്ഷേ വർക്കേഴ്സ് കോട്ടേജിൽ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ഒരു വർക്കിംഗ് മെഷീൻ, ജസ്റ്റ് കുക്കിങ്ങിന് ഇറ്റ്സ് ജസ്റ്റ് ഒരു കുഞ്ഞി ഫയർ പ്ലേസ് പോലത്തെ ഒരു സ്ഥലമേ ഉള്ളൂ കുക്കിങ്ങിന്. And near to that is the bed. ആ ഒരു കുക്കിംഗ് പ്ലേസ് അവിടെ അത്രയും ചെറിയൊരു സ്പേസ്, അവിടെ നിന്ന് ഇങ്ങനെ നോക്കണോടത്ത് തന്നെ ബെഡ്. അപ്പൊ ഈ കാണുന്ന ഒരു ഏരിയ ഉള്ളൂ ഈ വർക്കേഴ്സിന്. മാനേജേഴ്സ് കോട്ടേജിൽ നിന്ന് ഭയങ്കര ഒരു നാരോ സ്റ്റെയർസ് ആണ് മുകളിലേക്ക്. അപ്പോൾ മാനേജേഴ്സ് കോട്ടേജിന്റെ ബെഡ്റൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം അന്നത്തെ കാലത്തൊരു ലക്ഷറി, മാനേജേഴ്സിന്റെ ഒരു ലക്ഷറിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരുടെ ഡ്രസ്സുകള് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ടേബിള്, ഭയങ്കര ലാവിഷായിട്ടുള്ളൊരു ബെഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഡ്രോകൾ വലിച്ചു കഴിയുമ്പോഴും അതിനകത്ത് എല്ലാ ഡ്രോയിലും അന്നത്തെ ഉള്ള ഓരോ കാര്യങ്ങളും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൗസുകൾ കണ്ടോ, ലേസ്, അങ്ങനെ എല്ലാത്തിനകത്തുണ്ട്. ഷൂസ്, കോർസെറ്റ്സ്, സ്റ്റോക്കൻസ്, ഡ്രസ്. ഓ നോക്കിയേ, അന്ന് യൂസ് ചെയ്തിരുന്ന റേസേഴ്സ് ആണ് കാണുന്നത്, ഷേവിങ്ങിന് യൂസ് ചെയ്തിരുന്ന. മാനേജർ കോട്ടേജിന്റെ ഒരു എല്ലാ ലക്ഷറിയും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ മാനേജർ കോട്ടേജിന്റെ തന്നെ ഈ ബെഡ്റൂമിന്റെ ഇപ്പുറത്ത് ഒരു സിംഗിൾ ബെഡ്റൂം ഇപ്പുറത്തുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി കിഡ്സിനായിട്ടുള്ളതായിരിക്കും ഈ ചെറിയ ബെഡ്റൂം. One. I am most disappointed. അപ്പോൾ ഈ കോട്ടേജിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ ബെഡ്റൂംസിൻ്റെ ഒക്കെ ഇപ്പുറത്തെ ഒരു ഏരിയ ലുഡൈറ്റ് ഗാലറി എന്ന് പറഞ്ഞിട്ട് അവർ കൺവേർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലുഡൈറ്റ് റയോട്ടിനെ കുറിച്ച്, അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര പുവർ വർക്കിംഗ് കണ്ടീഷനായിരുന്നു. അങ്ങനെ ഈ വർക്കേഴ്സ് ഒരു കഷ്ടപ്പെട്ട് ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടത്തില്ല. കാരണം വെച്ചാൽ ഈ മാസ്റ്റേഴ്സാണ് ഈ മെഷീൻസൊക്കെ ഓൺ ചെയ്യുക. അപ്പോൾ ഇവർക്ക് പണിയില്ലാത്തപ്പോഴും ഇവർ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം മാസ്റ്റേഴ്സിന്. പണിയെടുത്താലും അവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായത്. ഇനി പണിയെടുത്തിട്ട് അവർ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് കണ്ടിട്ട് മാസ്റ്റേഴ്സ് ഇത് ഇൻഫീരിയർ ക്വാളിറ്റിയാണ്, ഇത് ഇത്ര പോരാന്നൊക്കെ പറയുമ്പോൾ അതിന് അവർക്ക് ലെസ് വേജസ് കിട്ടിയിരുന്നു. അതും വേജസ് കൊടുത്തിരുന്നത് പൈസയായിട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെ ടോക്കൺസ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും. അതായത് അവർക്ക് നേരെ പോയിട്ട് മിണ്ടാതിരുന്നേ, അവർക്ക് നേരെ പോയിട്ട് ഈ മാസ്റ്റേഴ്സിൻ്റെ തന്നെ കടയിൽ പോയിട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ കുറേ അങ്ങനെ അവർ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫ്രസ്ട്രേഷൻ ലെവൽ ഭയങ്കര കൂടി. അപ്പോൾ അവർ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ലുഡൈറ്റ്സ് റയോട്ട്. അപ്പം ലുഡൈറ്റ്സ് എന്നുള്ള പേര് വരുന്നത് നെഡ് ലുഡ് എന്ന് പറഞ്ഞ ഒരാളിൽ നിന്നാണ്. അയാളൊരു ഫിക്ഷണൽ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നാണ് ലുഡ് എന്നുള്ള വാക്കിൽ നിന്ന് ലുഡൈറ്റ്സ് വന്നു. എന്നിട്ട് ഈ ലുഡൈറ്റ് ഒരു റയോട്ടായി തുടങ്ങി. അവർ ഈ മാസ്റ്റേഴ്സിൻ്റെ വലിയ ഇങ്ങനത്തെ നെറ്റ് വർക്ക് ചെയ്യണ മെഷീൻസൊക്കെ അവർ പോയി തല്ലി പൊട്ടിക്കാനൊക്കെ തുടങ്ങി. അതാണ് ലുഡൈറ്റ്സ് റയോട്ട്. അവരുടെ ആ ഒരു പുവർ വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് വന്നൊരു അവസ്ഥ. മാനേജേഴ്സ് കോട്ടേജിന് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂം കഴിഞ്ഞിട്ട് അതിനൊരു ആറ്റിക്കും കൂടെ ഉണ്ട്. ആ ആറ്റിക്കിലാണ് ഞങ്ങൾ പോകണം. ഇവിടെ കുറേ ആ കാലഘട്ടത്തിലത്തെ 1800s ആ ഒരു സമയത്തെ കുറേ കാണാം സാധനം. ഞാൻ ഇവിടെ വന്നിട്ട് പോയ സ്ഥലങ്ങളിൽ കുറേ ഹിസ്റ്റോറിക് പ്ലേസ് പോയി. പക്ഷെ ഇത്രയും നമ്മളിങ്ങനെ ഒരു ഹിസ്റ്ററിയിലാണ് നിൽക്കണമെന്ന് തോന്നുന്ന ഒരു പ്ലേസ് ഞാൻ ആദ്യമായിട്ട് പോകണം. ശരിക്കും അവർ ജീവിച്ചിരുന്ന ഒരു കോട്ടേജിൽ ആണ് നിൽക്കുന്നത്. ഒരു ഭയങ്കര ഫീല്. ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ്റെ ഒരു മോഡലാണിത്.
താമസിച്ചിരുന്നവർക്ക് ക്ലീൻ വാട്ടറിനുള്ള ഒരു വൺ ഓഫ് ദ സോഴ്സസ് ആയിരുന്നു ഈ പമ്പ്. അങ്ങനെ ഭയങ്കര ഞങ്ങളിവിടെ വന്നപ്പോൾ എന്താ പറയുക ഒരു ചെറിയ സ്ഥലം പെട്ടെന്ന് കണ്ടു പോവാം അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര രസം, ഇങ്ങനെ എല്ലാ ചെറിയ 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 കാര്യങ്ങളും ഭയങ്കര ഹിസ്റ്ററിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് സ്പെൻഡ് ചെയ്തു. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.